നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ പബ്ജി മൊബൈൽ ലൈറ്റിന്റെ പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം പബ്ജി മൊബൈൽ ലൈറ്റും ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ന്യൂസിനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എന്നെ വിളിച്ചുകൊണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, പബ്ജി മൊബൈൽ ലൈറ്റിന്റെ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അപ്ഡേറ്റിന്റെ പേര് എന്ന് വെച്ചാൽ 0.20.2 എന്ന ഒരു വേർഷനിലാണ് പബ്ജി മൊബൈൽ ലൈറ്റ് പുതിയതായിട്ട് അപ്ഡേറ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇറാങ്കിൾ മാപ്പ് എന്ന് വെച്ചാൽ അതിനകത്ത് വിറങ്കി മാപ്പ് എന്ന് പറയുന്ന ഒരു മാപ്പാണ്. അപ്പൊ ആ ഒരു മാപ്പിനകത്ത് പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ലോബി സ്പേസിലൊക്കെ ഒരു മഞ്ഞ് ഹൗസ് പോലെ ഒരു വൈറ്റ് കളറിൽ ഒരു വീട് പോലൊക്കെ ചെറിയൊരു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാപ്പിനകത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു വൈറ്റ് കളറിൽ ഒരു ചെറിയൊരു ബോട്ട്സ് പോലത്തെ ഒരു സ്പേസും കൂടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സ്ക്രീൻ റെക്കോർഡർ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം. അതുപോലെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ അപ്ഡേറ്റിനകത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പബ്ജി മൊബൈൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു നോട്ടിഫിക്കേഷൻ പോലത്തെ ഒരു സാധനം. ഈ നോട്ടിഫിക്കേഷൻ വെച്ച് നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും അതുപോലെ എനിമി എവിടെ ആയിരിക്കുന്നുള്ളത് സ്പോട്ട് ചെയ്ത് കൊടുക്കാനും, നമ്മുടെ അടുത്തുള്ള ഒരു എനിമി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൗച്ചിങ് ചെയ്യുന്ന എനിമിയൊക്കെ ക്രൗച്ച് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലത്തെ ഒരു ചെറിയൊരു സാധനമാണ് നമ്മുടെ 0.20.2 ഒരു വേർഷനിലോട്ട് നമുക്ക് അപ്ഡേറ്റിൽ വരുന്നുണ്ട്. ഇപ്പൊ പബ്ജി മൊബൈൽ ബീറ്റ വെർഷൻ നിങ്ങൾക്ക് എടുത്ത് ഇപ്പൊ കളിച്ചു നോക്കാം, എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ബീറ്റ വെർഷന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കാം. ഏകദേശം 616 MB 600 MB സൈസ് വരുന്ന ഒരു ബീറ്റ വെർഷന്റെ സൈസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കളിച്ചു നോക്കാം. ഇപ്പൊ നല്ല ഗെയിമാണ്. അതുപോലെ തന്നെ ബീറ്റ വെർഷനകത്ത് കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നിന്നും സ്മൂത്തിന്റെ ഗ്രാഫിക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കി നിർത്തിയിട്ടുണ്ട് ബീറ്റ വെർഷനിൽ. നേരത്തെ നമ്മുടെ പബ്ജി മൊബൈലിനകത്തൊക്കെ സ്മൂത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാഫിക്സ് ആയിരുന്നു. അതേ രീതിയിലുള്ള ഒരു ഗ്രാഫിക്സിലോട്ട് ആക്കുന്നുണ്ട് പബ്ജി മൊബൈൽ ലൈറ്റിന്റെയും. അപ്പൊ നമുക്ക് ഈ പബ്ജി മൊബൈൽ ലൈറ്റിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മറ്റേതിനകത്തുനിന്ന് എനിമിയെ സ്പെക്ടേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എനിമിയെ സ്പെക്ടേറ്റ് ചെയ്താൽ അത് ഇത്ര മീറ്റർ ദൂരത്തിന് അപ്പുറത്തോട്ട് സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ദൂരെയാണെങ്കിൽ പോലും നമുക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇത്. അതുകൊണ്ടായിട്ട് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന കുറച്ച് മോഡുകളുണ്ട് ആ ഒരു നോട്ടിഫിക്കേഷനകത്ത്. നിങ്ങളതിപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ടീമേറ്റിന് ഒരു സ്കോപ്പ് വേണം. അപ്പൊ ആ സ്കോപ്പ് എവിടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു മാഗ് വേണം, അല്ലെങ്കിൽ ഇതൊക്കെ എവിടാന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അത് 3D പോലെ എടുത്ത് കാണിക്കും. ഒരു 3D വ്യൂവിൽ ആ ഒരു മാഗ് എടുത്ത് കാണിക്കും, അത് ഏത് പോയിന്റിലായിരിക്കും കറക്റ്റ് നമുക്ക് കാണിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ചുള്ള പുതിയ അപ്ഡേറ്റഡ് വേർഷനിലാണ് നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് വരുന്നത്. ഇപ്പൊ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് കളിച്ചു നോക്കാം. ബീറ്റ വേർഷന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആ ബീറ്റ വേർഷൻ എടുത്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പബ്ജി മൊബൈൽ ലൈറ്റും പബ്ജി മൊബൈലും നമ്മുടെ ഇന്ത്യയിലോട്ട് വരാൻ പോകണം. അപ്പൊ ഏകദേശം ഈ 15-ാം തീയതിയോടെ നമുക്ക് അതിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അവർ ഇന്ത്യയിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങാനുള്ള പ്ലാനാണ്. അപ്പൊ ഈ ഒരു 15-ാം തീയതിക്ക് ഈ ഒരു ദീപാവലിയുടെ അന്ന് 14-ാം തീയതി ദീപാവലി, ഇപ്പൊ 14-ാം തീയതിയുടെ അന്ന് നമുക്കൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ത്യയിൽ പബ്ജി മൊബൈൽ. അപ്പൊ നമുക്ക് ഈ ദീപാവലിയിൽ പബ്ജി മൊബൈലും പബ്ജിയും തിരിച്ചെത്തുന്ന വലിയൊരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പബ്ജി മൊബൈൽ അന്ന് തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പം ഇച്ചിരി താമസിക്കും. ഇപ്പൊ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ജി മൊബൈലിന്റെ ക്രാഫ്റ്റോൺ കമ്പനിയും അതുപോലെ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ടുള്ള കൊളാബറേഷൻ നടന്ന ശേഷം മാത്രമേ നമ്മുടെ പബ്ജി മൊബൈൽ നമ്മുടെ ഇന്ത്യയിൽ റീസ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പൊ ഈ ഒരു 15-ാം തീയതി മുതൽ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ലൈറ്റ് വേർഷന്റെ ഗെയിം നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ബീറ്റ വേർഷന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. ബീറ്റ വേർഷൻ നിങ്ങൾക്ക് അതുപോലെ സെർവർ ബിസി കാര്യങ്ങളൊന്നും ഇല്ല. ബീറ്റ വേർഷൻ നിങ്ങൾക്ക് എടുത്ത് കളിക്കാം. സെർവർ അതിനൊന്നും ബാൻ ചെയ്തിട്ടില്ല. പബ്ജി ഗ്ലോബൽ വേർഷൻ ആണ് ബാൻ കിട്ടിയേക്കുന്നത്. പക്ഷേ ബീറ്റ വേർഷനകത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ബീറ്റ വേർഷൻ ഇപ്പോഴും എടുത്ത് കളിക്കാൻ പറ്റും. അപ്പോൾ ബീറ്റ വേർഷന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കളിക്കാം. അപ്പോൾ അടുത്തൊരു ടെക്നോളജി കൂടി കാണുന്നവരെ ബൈ.